ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നിൽക്കുന്നുണ്ട്. 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, ഇടുക്കി, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് തുടരുന്നത്. അതിനോടൊപ്പം പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, അതായത് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. അതിതീവ്രമല്ലെങ്കിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് യെല്ലോ അലേർട്ട് എന്ന മുന്നറിയിപ്പിലൂടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് നമ്മുടെ വിവിധ പ്രതിനിധികൾ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുന്നു. ജോസിൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷിലേക്ക് പോവുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. കൊച്ചിയിൽ കനത്ത മഴയാണ് എന്ന് യൂട്യൂബ് കമന്റ് ബോക്സിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ കനത്ത മഴയാണോ? എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? അതെ വിനിഷ, ശക്തമായ മഴ തുടരുകയാണ്. ഇത് ഒരു 1-2 മണിക്കൂറായി മഴ മാറിയിട്ടില്ല. പുലർച്ചെയും മഴയുണ്ടായിരുന്നു, അതിനുശേഷം ഒന്ന് വിട്ടുനിന്നു, വീണ്ടും തുടങ്ങി. ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂറായി കനത്ത മഴ തുടരുക തന്നെയാണ്. ഈ പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ഇന്ന് മഴ കനക്കും എന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു. ജില്ലയിൽ നിലവിൽ യെല്ലോ അലർട്ടാണെങ്കിലും ഒരുപക്ഷെ ഈ മുന്നറിയിപ്പ് നില യെല്ലോ എന്നുള്ളത് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ കനത്ത മഴ മലയോര മേഖലയിലെ കണക്കിലെടുത്ത് ഇന്ന് കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ മഴ ഒരുപക്ഷെ കുറഞ്ഞേക്കാം. അതുകൊണ്ടായിരിക്കാം ജില്ലയ്ക്ക് ഒന്നാകെ അവധി നൽകാത്തത്, അതുകൊണ്ടായിരിക്കാം എന്ന് കരുതുന്നു. ഏതായാലും നിലവിൽ 1-1.5 മണിക്കൂറായി ശക്തമായ മഴ തന്നെയാണ്. ഈ മലയോര മേഖലയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയൊക്കെ ശക്തമായ മഴ ഈ കോതമംഗലം അങ്ങനെ ആ കിഴക്കൻ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു, ഭൂതത്താൻകെട്ട് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ 9 ഷട്ടറുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. ഈ നേരത്തെ അത് 7 ഷട്ടറായിരുന്നു, പിന്നീട് 2 ഷട്ടറുകൾ കൂടി ഉയർത്തി. അങ്ങനെ 27 മീറ്ററോളം ഉയരത്തിൽ ഈ ഷട്ടറുകൾ 9 ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും വലിയ അളവിൽ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. സെക്കൻഡിൽ 24 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആലുവ, മണപ്പുറം ശിവക്ഷേത്രം ഇത്തവണയും വെള്ളം കയറിയിട്ടുണ്ട്. ഈ കാലവർഷത്തിൽ 2ാം തവണയാണ് ഈ ശിവക്ഷേത്രം മുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അത് സ്വാഭാവികമാണ്. അവിടെ ഇങ്ങനെ മഴ കൂടിയാൽ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറാറുണ്ട്. അത് ഈ ഒരു സീസണിൽ തന്നെ 2 തവണ ഈ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ കോതമംഗലം താലൂക്കിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ യെല്ലോ അലർട്ടാണ്. പക്ഷേ ശക്തമായ മഴ തുടരുകയാണ്. 1-1.5 മണിക്കൂറായി മഴ മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴും മാനം തെളിഞ്ഞിട്ടില്ല. വരും മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പക്ഷേ മറ്റ് നാശനഷ്ടങ്ങളോ കെടുതികളോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പുഴയോരത്തൊക്കെ താമസിക്കുന്നവർക്ക് അവിടെയൊക്കെ വെള്ളം കയറണമെങ്കിൽ കുറച്ചുകൂടി ജലനിരപ്പ് ഉയരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു ജാഗ്രതാ നിർദ്ദേശം പൊതുവിൽ ഉണ്ട്, മത്സ്യബന്ധനത്തിനും മുന്നറിയിപ്പുണ്ട്. ആ നിലയിൽ ഉള്ള ജാഗ്രതാ നടപടികൾ ജില്ലയിലാകെ തന്നെ ഉണ്ട്. എന്തായാലും മഴ തുടരുക തന്നെയാണ് വിനീഷ. ശരി ഉമേഷ്.